ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ ഞാനിതാ ഒരു പൂശണിങ്ങ കറി വയ്ക്കാൻ പോവുകയാണ്. പൂശണിങ്ങ എരിശോരിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടി ഞങ്ങളെ സ്വന്തം പറമ്പിലെ പൂശണിങ്ങയാണ്. അതിൽ പകുതി എടുത്ത് അരിഞ്ഞ് കഴുകി വേവിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചു. അങ്ങനെ എന്താ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാനിതാ ഗ്യാസിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞു. അതിനെ നല്ലവണ്ണം ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് വൈകിയാണ് ഞാൻ വീണ്ടും വീഡിയോ ഇട്ടു തുടങ്ങുന്നത്. അങ്ങനെ അതിനെല്ലാം റെഡിയാക്കി ഇനി അതിലരയ്ക്കാൻ വേണ്ടി തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾ, മുളക്, കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് റെഡിയാക്കി അരപ്പൊക്കെ ഇട്ട് വച്ചു. ഇനി നമുക്കിതിൽ നിന്ന് വറുത്തിടണം. അതിലേക്ക് വേണ്ടി ആദ്യം നമ്മൾ തേങ്ങയും വെളിച്ചെണ്ണയും ചേർത്താണ് കടുക് വറക്കാൻ വേണ്ടി ഇടുന്നത്. നല്ലവണ്ണം തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം മാത്രം അതിലോട്ട് നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നല്ലവണ്ണം മൂത്തതിന് ശേഷമേ ഇടാവൂ, എങ്കിലേ അതിന് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. തേങ്ങ മൂത്തില്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം എന്താ തേങ്ങയെല്ലാം മൂത്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തു. ആ ഉഴുന്ന് പരിപ്പ് കടുകെല്ലാം പൊട്ടി അത് കഴിഞ്ഞ് ഉഴുന്ന് പരിപ്പിട്ടു. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് അരി ഇടും കേട്ടോ. 1 സ്പൂൺ അരിയും കൂടി ഇട്ട് കൊടുക്കും. ആ അരി നമ്മൾ ഇങ്ങനെ കടുകൊക്കെ വറുത്ത് ലാസ്റ്റിൽ കഴിക്കുമ്പം നല്ല കശുവണ്ടി കഴിച്ചതുപോലെ തോന്നും. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഞാൻ അരിയും കൂടെ ഇട്ട് അതെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കരിവേപ്പിലയും നമ്മളെ വറ്റൽ മുളകും കൂടെ ഇട്ട് താളിക്കും. അങ്ങനെ അതെല്ലാം റെഡിയായി. കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ ഇട്ടു. അതെല്ലാം നല്ലവണ്ണം മൂത്തതിന് ശേഷം നമുക്ക് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നല്ല പൂശണിങ്ങ കറി റെഡിയായി. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് മാത്രം മതി കേട്ടോ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി. പിന്നെ ഞാനൊരു ചൂരക്കറി കൂടെ വയ്ക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു സ്പെഷ്യൽ ചൂരക്കറിയാണ്. അതിലേക്ക് വേണ്ടി ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തു. അത് നല്ലവണ്ണം ചേർന്ന് ഒരുമാതിരി ഒന്ന് വാടി വന്നപ്പോഴേക്കും ഒരു തക്കാളി ചെറുതായി നുറുക്കി അതിനെയും കൂടെ ഇട്ട് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് ഈ മീനിനെ ഒന്ന് തട്ടി മീനും കൂട്ടും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് അതിൽ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കൂട്ടൊക്കെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് മൂത്ത് വരുമ്പോഴേക്കും അതിൽ മുളകിൻ്റെയും ഉപ്പിൻ്റെയും പുളിയുടെ അംശങ്ങളൊക്കെ അതിലൊന്ന് പിടിച്ച് വരും. എന്നിട്ട് ആവശ്യത്തിന് പുളിവെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തു. അങ്ങനെ ടേസ്റ്റി മീൻ കറിയും റെഡിയായി. പിന്നെ നമ്മളിതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് പാര വയ്ക്കാൻ കുറച്ച് പേര് കാണും. എല്ലാവർക്കും